ഒരു പരിധിവരെ സാർ അതും തെറ്റല്ലേ? ആധിപത്യത്തിൽ നസീർ സാറും മധു സാറും പോയിട്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നതെന്ന് മാത്രമല്ല, ആധിപത്യം ചെയ്യുമ്പോഴേക്കും മോഹൻലാലിൻ്റെ 43 സിനിമ തിയേറ്ററിലെത്തിയിരുന്നു. ഞാൻ കണക്കുകൾ വെച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ശശികുമാർ സാറിൻ്റെ ആട്ടക്കലാശം സൂപ്പർ ഹിറ്റായി പോയ സിനിമയായിരുന്നു. നസീർ സാർ നായകനാണെങ്കിലും നാണമാകുന്നു മേനി നോകുന്നു എന്നുള്ള പാട്ടടക്കം കൊണ്ട് പ്രേക്ഷകരുടെ കയ്യടി വാങ്ങിച്ചൊരു താര ഇമേജിലേക്ക് മോഹൻലാൽ വളർന്ന ചിത്രമാണ് ആട്ടക്കലാശം. ഭദ്രൻ്റെ ചങ്ങാത്തം, പി ജി വിശ്വമ്പൻ്റെ പിന്നിലാവ്, ഐ വി ശശിയുടെ നാണയം, പിന്നെ പി ജി വിശ്വമ്പൻ്റെ ഹിമവാഹിനി, ബേബിയുടെ ഗുരുദക്ഷിണ, ബാലചന്ദ്ര മേനോൻ്റെ കേൾക്കാത്ത ശബ്ദം, മദ്രാസിലെ മോൻ തുടങ്ങി 43 സിനിമകൾ മോഹൻലാലിൻ്റെ വന്നു എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും മോഹൻലാൽ ഒരു താരമായി കഴിഞ്ഞു. അല്ല, സാറിൻ്റെ ഈ പറഞ്ഞ സിനിമയിലൂടെയാണ് അദ്ദേഹം ആധിപത്യത്തിലൂടെയാണ് നായക വേഷം വീണ്ടും ചെയ്തതെന്ന് പറയുന്നതിനോട് എനിക്കെന്തോ യോജിക്കാൻ കഴിയുന്നില്ല സാർ. പ്രേംനസീറും മധുവും ആയിരുന്നു ആധിപത്യത്തിലെ നായകന്മാർ. 3 വർഷം കഴിഞ്ഞ് 1986 സാറ് യുവജനോത്സവം ചെയ്തു. ആ സിനിമയിൽ മോഹൻലാലായിരുന്നു നായകൻ. അപ്പോഴേക്കും മോഹൻലാൽ ഇവിടെ താരമാണ്. മോഹൻലാലിൻ്റെ 108ാമത്തെ സിനിമയാണ് യുവജനോത്സവം. അപ്പോൾ ആലോചിച്ചു സാർ, 107 സിനിമകൾ ചെയ്ത ശേഷമാണ് യുവജനോത്സവത്തിൽ സാർ അദ്ദേഹത്തിനെ നായകനാക്കിയത്. അത് ആ 108ാമത്തെ സിനിമ ആയിട്ട് യുവജനോത്സവം ചെയ്യുമ്പോൾ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഉയരങ്ങളിൽ രംഗം ഇടനിലങ്ങൾ, ഐ വി ശശിയുടെ തന്നെ അതിരാത്രം, സത്യനന്ദിക്കാടിൻ്റെ അപ്പുണ്ണി, കളിയിലൽപ്പക്കാര്യം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ശശികുമാറിൻ്റെ സ്വന്തം എവിടെ ബന്ധം എവിടെ, അഴിയാത്ത ബന്ധങ്ങൾ, 10-ാം ഉദയം, 7 മുതൽ 9 വരെ തുടങ്ങിയ വലിയ വിജയങ്ങളായ സിനിമകളായിരുന്നു. ഇതിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമൊക്കെ ഞാൻ പറയണ്ടല്ലോ, വമ്പൻ ഹിറ്റുകളായിരുന്നു. അതുപോലെ തന്നെ മണിരത്നം സംവിധാനം ചെയ്ത ഒരു മലയാള സിനിമയേ ഉള്ളൂ, ഉണരൂ. അതിലെ നായകൻ മോഹൻലാലായിരുന്നു. പിന്നെ പ്രിയദർശൻ്റെ ആണെങ്കിൽ അരം പ്ലസ് അരം കിന്നരം, ബോയിങ്, ചന്ദ്രകുമാറിൻ്റെ ഉയരിഞ്ഞാൻ നാടാകെ, അതിലെ ദാസപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ധാരപ്പൻ എന്ന് പറയുന്ന ആദിവാസി യുവാവായിട്ട് കോണകോക്ക് കൊടുത്ത് അഭിനയിച്ച മനോഹരമായ വേഷമായിരുന്നു മോഹൻലാലിൻ്റെ. അതുപോലെ കെ എസ് സേതുമാധവൻ സാറിൻ്റെ അവിടത്തെ പോലെ ഇവിടെയും, ഫാസിലിൻ്റെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, ബാലുകിരത്തിൻ്റെ നായകൻ, വാകുരുവി വരികുരുവി എന്ന് പറഞ്ഞ പേര് തുടങ്ങി നായകനായി മാറിയ, സിനിമയിൽ സ്റ്റണ്ട് ചെയ്ത് ജീവിക്കുന്ന, ഡ്യൂപ്പായിട്ട് അഭിനയിച്ച് ജീവിക്കുന്ന ആളുകളുടെ കഥ പറഞ്ഞ നല്ല സിനിമയായിരുന്നു അത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ ഹിറ്റുകളായ സിനിമകൾ റിലീസായതിന് പിന്നാലെയാണ് യുവജനോത്സവം 1986 തിയേറ്ററിലെത്തിയത്. ശ്രീകുമാരൻ തമ്പി സാറ് മോഹൻലാലിനെ വെച്ച് 3 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഒരു ദിവസം, ആധിപത്യം, യുവജനോത്സവം. സേതുമാധവൻ സാർ 2 സിനിമകൾ ചെയ്തു. വിൻസെൻ്റ് മാഷിൻ്റെ ശ്രീകൃഷ്ണ പരുന്ത് എന്ന് പറഞ്ഞ ഒറ്റ സിനിമ മതി മോഹൻലാൽ മനോഹരമാക്കിയ വേഷമായിരുന്നു ശ്രീകൃഷ്ണ പരുന്ത്. തമ്പി സാറിൻ്റെ ജ്യേഷ്ഠൻ പി വി തമ്പി എഴുതിയ നോവലാണ്. മമ്മൂട്ടിയും മോഹൻലാലും താരജാട കാട്ടി, അതിനാലാണ് നിങ്ങൾ 3 പേരും സിനിമയെടുപ്പ് നിർത്തിയത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നില്ല സാർ. അതിനുശേഷം എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സേതുമാധവൻ സാറ് വേനൽക്കിനാവ് എന്ന് പറഞ്ഞ ടീനേജുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല സിനിമ മലയാളത്തിൽ ചെയ്തു. വലിയ വിജയമായില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം 1995 സ്ത്രീ എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമ ചെയ്തു. നാഷണൽ അവാർഡ് വാങ്ങിച്ച സിനിമയാണ്. 1994 നമ്മവർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. 91 മറുപക്കം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഇതൊക്കെ തമിഴിന് ആദ്യമായി ദേശീയ അവാർഡ് വാങ്ങിക്കൊടുത്ത ആളാണ് സേതുമാധവൻ സാർ. അതുപോലെ 1931 ജനിച്ച മനുഷ്യനാണ് 60-ാം വയസ്സിൽ മലയാളം ചെയ്ത് അവസാനിപ്പിച്ച, അല്ലെങ്കിൽ 64-ാമത്തെ വയസ്സിൽ തെലുങ്കിൽ സിനിമ ചെയ്ത് സിനിമ അവസാനിപ്പിച്ച സേതുമാധവൻ സാർ. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം ഒരിക്കലും മോഹൻലാലോ മമ്മൂട്ടിയോ പോലുള്ള 2 താരജാടകൾ മലയാള സിനിമയെ അടക്കി വാണതുകൊണ്ടാണ് ഞാൻ സിനിമ നിർത്തിയതെന്ന് പറഞ്ഞിട്ടില്ല സേതുമാധവൻ സാർ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പരുന്ത് മോഹൻലാലിനെ നായകനാക്കി ചെയ്യുമ്പോൾ വിൻസെൻ്റ് മാഷിന് 56 വയസ്സാണ്. അവസാനമായി ക്യാമറാമാനായ അന്നമായ എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമ ചെയ്യുമ്പോൾ 69 വയസ്സാണ് വിൻസെൻ്റ് മാഷിന്. മലയാളത്തിൽ അവസാനം ചെയ്ത വർക്ക് മമ്മൂട്ടി നായകനായ അഥർവമാണ് എന്ന് പറഞ്ഞാൽ സാറ്
എന്തു പറയുമെന്ന് എനിക്കറിയില്ല. അഥർവം എന്ന് പറഞ്ഞാൽ ഡെന്നീസ് ജോസഫിൻ്റെ പടത്തിൽ മകൻ ജേന വിൻസെൻറ്റിന് പകരം ക്ലാഷ് വർക്ക് ചെയ്യാൻ വന്നതാണ് വിൻസെൻ്റ് മാഷ് ചെയ്ത അവസാനത്തെ വർക്ക് 1989 61ാമത്തെ വയസ്സിൽ. ഈ പറഞ്ഞ രണ്ടുപേരും മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ താര ഇമേജ് കാരണം ഞങ്ങൾ സിനിമ നിർത്തുകയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. തമ്പിസാർ യുവജനോത്സവത്തിന് ശേഷം ബന്ധുക്കൾ ശത്രുക്കൾ ചെയ്തു. 7 വർഷം കഴിഞ്ഞ് 1993 ജയറാമായിരുന്നു നായകൻ. നല്ല വിജയമായിരുന്നു സിനിമ. സംഗീത സംവിധായകനായി സാർ ആദ്യമായ അരങ്ങേറ്റം കുറിച്ച സിനിമയുമായിരുന്നു ബന്ധുക്കൾ ശത്രുക്കൾ. ബന്ധുവാര് ശത്രുവാരെന്നൊക്കെയുള്ള അല്ലെങ്കിൽ ചുംബനപ്പൂ കൊണ്ട് മൂടി എന്നുള്ള പാട്ടൊക്കെ മനോഹരമായ പാട്ടുകളായിരുന്നു. അതിൻ്റെ ഗോൾഡൻ ഡിസ്കൊക്കെ തമ്പി സാറിന് കിട്ടിയ സിനിമയാണ് ബന്ധുക്കൾ ശത്രുക്കൾ. മുന്നേറ്റത്തിൽ പാട്ടുപാടി അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ലിപ്പ് സിങ്കായില്ല എന്ന് തമ്പി സാർ പറയുന്നു. ഒരു ഗോഷ്ഠി പോലെ ആദ്യകാലത്തെ കുറേ സിനിമകളിൽ മമ്മൂട്ടി പാടുമ്പോൾ അമിതാഭിനയത്തിൻ്റെ ആണോ ക്യാമറ പേടിയുടെ ആണോ പാടാനുള്ള ചമ്മൽ കൊണ്ടോ എന്തോ ഒരു ചെറിയ ലിപ്പിൻ്റെ ചുണ്ടിനൊരു ചെറിയ ഗോഷ്ഠി ഉണ്ടായിരുന്നു. പക്ഷേ മേളയിലും സ്ഫോടനത്തിലും മമ്മൂട്ടി പാടിയിട്ടാണ് മുന്നേറ്റത്തിൽ പാടാൻ വന്നത് എന്നുള്ള കാര്യം തമ്പി സാർ മറന്നു പോകുന്നു. തുടക്കകാലത്ത് അദ്ദേഹം പറയുമോ എന്നെനിക്കറിഞ്ഞൂടാ, സുകുമാരനെയും കമലഹാസനെയൊക്കെ നന്നായിട്ട് അനുകരിച്ച നടനായിരുന്നു മമ്മൂട്ടി. അവിടെ നിന്നൊരു കുതിപ്പ് ഒതുക്കിയായിരുന്നു താര പദവിയിലേക്ക് മമ്മൂട്ടി. വിളിച്ചു കേട്ട സമയത്ത് ധനഞ്ജയൻ എന്ന് പറഞ്ഞ ക്യാമറമാനെ മാറ്റണം, നമുക്കൊരു അവാർഡ് ക്യാമറമാനെ വയ്ക്കാം എന്ന് തമ്പി സാറിനോട് മമ്മൂട്ടി റിക്വസ്റ്റ് ചെയ്യും. അതിൽ വെച്ച് അവർ തമ്മിൽ ഒന്ന് ചെറുതായിട്ട് സംസാരിച്ച് പിണങ്ങി എന്നാണ് തമ്പി സാർ പറയുന്നത്. ഈ ഓർവോ ഫിലിമിൽ ചെറിയ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള ആളാണ് ധനഞ്ജയൻ. 1985 വിളിച്ചു കേട്ട് ചെയ്യുമ്പോൾ മമ്മൂട്ടി ഒരു വലിയ താരമാണല്ലോ. അപ്പോൾ ആ രാത്രി കൂടെവിടെ, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, രുക്മ, സന്ദർഭം, മംഗളം നേരുന്നു, ലക്ഷ്മണരേഖ, അനുബന്ധം, മകൻ എൻ്റെ മകൻ, തിങ്കളാഴ്ച നല്ല ദിവസം, നിറക്കൂട്ട്, ഇങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ വന്നതിന് ശേഷമാണല്ലോ വിളിച്ചു കേട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമകളിലൊക്കെ വർക്ക് ചെയ്ത ജയന വിൻസെൻ്റ്, രാമേന്ദ്ര ബാബു, താര, ഷാജിയൻ കരുൺ, ആനന്ദക്കുട്ടൻ, വിപിൻദാസ് തുടങ്ങിയ നല്ല കുറേ ക്യാമറാമാന്മാരുമായിട്ട് സഹകരിച്ചതുകൊണ്ടായിരിക്കാം തമ്പി സാറിനോട് ചോദിച്ചത്, സാറേ ഈ ധനഞ്ജയൻ തന്നെ വേണം, നമുക്കൊരു പേരും പ്രശസ്തിയൊക്കെ ഉള്ള അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാമറാമാനെ വച്ചാൽ പോരെ എന്ന് ചോദിച്ചത്. കാരണം കാടിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ചെയ്യുമ്പോൾ ഈ ഓരോ ഫിലിമിൽ സ്പെഷ്യലിസ്റ്റായ ധനഞ്ജയൻ വേണമെന്ന് ചോദിച്ചതായിരിക്കാം. ഇങ്ങനെ പ്രശസ്തരായവരോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ മമ്മൂട്ടി പറഞ്ഞതായിരിക്കാം. പക്ഷേ അങ്ങനെ പറഞ്ഞ കാര്യം 37 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും തമ്പി സാർ പറയണോ എന്നുള്ള കാര്യം സാറാണ് തീരുമാനിക്കേണ്ടത്. എങ്കിൽ പോലും അതൊരു അസ്ഥാനത്തല്ലേ സാർ ഈ 37 വർഷത്തിന് ശേഷം ധനഞ്ജയനെ മാറ്റി വേറൊരു നല്ല ക്യാമറാമാനെ വച്ചുകൂടെ എന്ന് മമ്മൂട്ടി ചോദിക്കുകയും, നിങ്ങളെ മാറ്റിയാലും ഞാൻ ടെക്നീഷ്യന്മാരെ മാറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമാണ്, തമ്പി സാറിൻ്റെ വ്യക്തിത്വമാണത്. മമ്മൂട്ടി വേണമെങ്കിൽ മാറൂ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ മാറ്റാം, പക്ഷേ ഞാൻ വെച്ച ടെക്നീഷ്യനെ മാറ്റില്ല എന്ന് താരത്തോട് പറഞ്ഞു. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വം തന്നെയാണ്, മറ്റ് പലർക്കും ഇല്ലാത്തതും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും 37 വർഷത്തിന് ശേഷം അത് പറയണമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിനുശേഷം മമ്മൂട്ടി ഡേറ്റുകൾ തന്നിട്ടില്ല എന്നാണ് തമ്പി സാർ പറയുന്നത്. എൻ്റെ അറിവിൽ പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് തമ്പി സാർ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ആദ്യമായി മമ്മൂട്ടിയെ വിമാനത്തിൽ കയറ്റി ഡബ്ബിങ്ങിന് കൊണ്ടുപോകുന്നത് തമ്പി സാറാണ്. ആദ്യമായിട്ട് സ്വന്തം ശബ്ദം സിനിമയിൽ ഡബ്ബ് ചെയ്യുന്നത് മുന്നേറ്റത്തിലാണ്, തമ്പി സാറിൻ്റെ സിനിമയിലാണ്. അങ്ങനെയുള്ള തമ്പി സാറിനോട് അത്രയും ബന്ധമുള്ളതുകൊണ്ടായിരിക്കാം ക്യാമറാമാനെ മാറ്റിയാൽ സാറേ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാമോ എന്ന് ചോദിച്ചു എന്നതും, ഒരു ക്യാമറാമാനെ മാറ്റാത്തത് കൊണ്ടാണ് പിന്നെ മമ്മൂട്ടി ഡേറ്റ് തരാത്തത് എന്ന് തമ്പി സാർ പറയുമ്പോൾ എന്തോ എനിക്കല്ല എന്ന് പറയാനാണ് ഇഷ്ടം. കാരണം മമ്മൂട്ടിയുടെ സ്വഭാവം അറിയാമെന്നുള്ളതുകൊണ്ട് അയാൾ അങ്ങനെ അദ്ദേഹം ഒരു എടുത്തടിച്ച് വർത്തമാനം പറയും, തമ്പി സാറിനെ പോലെ തന്നെ എടുത്തടിച്ച് വർത്തമാനം പറയുമെങ്കിലും ഒന്നും പകയൊന്നും മനസ്സിൽ, വൈരാഗ്യമൊന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എന്നെ ഒരിക്കൽ തല്ലാൻ വരികയും ഒരു സ്റ്റേജിൽ വെച്ച് തല്ലാൻ വരികയും അടുത്ത് വർക്ക് ചെയ്തൊരു പടത്തിൻ്റെ സെറ്റിൽ വെച്ച് ഞാൻ അക്കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ പോലും ഇല്ല. അത്രയേ ഉള്ളൂ. ഈ പറയുന്ന സമയത്ത് എടുത്ത് ചാടി വല്ലതൊക്കെ പറയുന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു പക സൂക്ഷിക്കുന്ന ആളല്ല. അതുകൊണ്ട് ധനഞ്ജയനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് സാറിന് പിന്നെ ഡേറ്റ് തരാത്തതെന്ന് പറഞ്ഞാൽ
എന്തോ എനിക്കത് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം വിളിച്ചു വിളിയേട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 30-35 സിനിമകളിലൊക്കെ നായക വേഷം ചെയ്യുന്ന ആളായി മാറി മമ്മൂട്ടി. മലയാളത്തിലെ ഏതെല്ലാം പ്രശസ്തരായ സംവിധായകരുണ്ടോ അവരുടെയൊക്കെ, ഏതെല്ലാം പ്രശസ്ത നിർമ്മാതാക്കളുണ്ടോ അവരുടെയൊക്കെ സിനിമകളിൽ മമ്മൂട്ടി നായകനായി നിൽക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എല്ലാ തലമുറയിലെയും പുതുതലമുറയിലുള്ള ആൾക്കാർക്ക് അദ്ദേഹം ഡേറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇപ്പം തന്നെ 72-ാം വയസ്സിൽ കണ്ടില്ലേ, അദ്ദേഹം ഇപ്പോഴും പുതിയ സംവിധായകരല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരുപാട് പേരെ ഇപ്പോൾ അടുത്ത വർഷം ചെയ്യാൻ പോകുന്ന ഏതൊക്കെയോ സിനിമകൾ പുതിയ സംവിധായകരുടെ സിനിമകളാണ്. അദ്ദേഹം അങ്ങനെ ചെയ്ത് എന്താ പറയുക, കുറേ പേർക്ക് അവസരങ്ങൾ നൽകി. നമ്മുടെ ലാൽ ജോസ് അടക്കം ഒരുപാട് പുതിയ, ബ്ലസ്സി അടക്കം. ബ്ലസ്സി ഒരു കഥ പറഞ്ഞിട്ട് ആരാ ഇതിൻ്റെ തിരക്കഥ എഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ ബ്ലസ്സി 1-2 പേരുടെ പേര് പറഞ്ഞു. അവരൊന്നും എഴുതണ്ട, താൻ ഭംഗിയായിട്ട് കഥ പറഞ്ഞല്ലോ, താൻ തന്നെ തിരക്കഥ എഴുതണോ എന്ന് പറയുകയും അങ്ങനെ ഒരു നല്ല തിരക്കഥാകൃത്തായി, നല്ല സംവിധായകനായി ബ്ലസ്സിയെപ്പോലൊരു പുതിയ ചെറുപ്പക്കാരനെ രംഗത്ത് കൊണ്ടുവന്ന ആളാണ് മമ്മൂട്ടി. അങ്ങനെ പറയാൻ തുടങ്ങിയ ഒരുപാട് പേര് നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹം കൊണ്ടുവന്ന പുതിയ സംവിധായകരെ വെച്ച് വേണമെങ്കിൽ ആ ഒരു എപ്പിസോഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരാൾ, അല്ലെങ്കിൽ തൻ്റെ പ്രായമുള്ള സംവിധായകർക്ക് ആർക്കും ഇപ്പോൾ ഡേറ്റ് നൽകാത്ത സ്വഭാവക്കാരനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം. അപ്പോൾ തമ്പി സാറിനോട് മാത്രമല്ല കക്ഷിയുടെ തീരുമാനം എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരെ ആർക്കും ഡേറ്റ് കൊടുക്കുന്നില്ല. ആകപ്പാടെ അതിനൊരു എന്താ പറയുക, മാറ്റി പറയാവുന്നത്, ജോഷി സാർ വിളിച്ചാൽ നോ പറയില്ല. ജോഷി സാർ ഇപ്പം കുറേ കാലമായിട്ട് വിളിക്കാറില്ല. പിന്നെ കെ മധുവിൻ്റെ കൂടെ ആ CBI ഡയറക്ടറിൻ്റെ 5-ാം ഭാഗം 6-ാം ഭാഗം എന്തോ ചെയ്തു. ബാക്കി ആർക്കും അദ്ദേഹം അങ്ങനെ പഴയ സംവിധായകർക്ക് ആർക്കും ഡേറ്റുകൾ നൽകുന്ന ശീലം ഇപ്പോൾ ഇല്ല. അത് തമ്പി സാറിന് മാത്രമല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സാറ് പറയുന്നത് സൂപ്പർ ഹിറ്റായ യുവജനോത്സവം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ ഞാൻ ഡേറ്റ് തരാമെന്ന് മോഹൻലാൽ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു വിതരണ കമ്പനി തുടങ്ങുകയും 11 ലക്ഷം രൂപയ്ക്ക് മദ്രാസിലെ വീട് വിറ്റ് ആണ് വിതരണ കമ്പനി തുടങ്ങിയത്. ആ വീട് ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ 17 കോടി രൂപ കിട്ടുമായിരുന്നു. അന്ന് 11 ലക്ഷം രൂപയ്ക്ക് വിറ്റ വീടെന്നാണ് സാർ പറയുന്നത്. ഇവിടെയും ഒരു തിരുത്ത് വേണ്ടേ സാർ? കാരണം സാറിൻ്റെ യുവജനോത്സവം വിതരണം ചെയ്യുമ്പോൾ സാറിന് വിതരണ കമ്പനിയുണ്ട്. തിരുവനന്തപുരത്ത് ചിത്ര തിയേറ്റർ കിടന്ന ആര്യശാലയിൽ ചിത്ര തിയേറ്റർ ഇരുന്നതിൻ്റെ മുൻവശത്തുള്ള ഒരു നല്ല ഓടിട്ട കെട്ടിടമെടുത്ത് അവിടെയായിരുന്നു സൗവർണിക എന്നായിരുന്നു വിതരണ കമ്പനിയുടെ പേര്. ഞാൻ ആദ്യമായി തമ്പി സാറിനോട് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനുള്ള ഒരു അവസരം ചോദിച്ചു വരുന്നത് യുവജനോത്സവം റിലീസ് ചെയ്ത സമയത്ത് ആ വിതരണ കമ്പനി ഓഫീസിൽ വെച്ചാണ്. അപ്പോൾ അതിനുശേഷം 6 മാസം കഴിഞ്ഞ് പടം തരാം എന്ന് പറഞ്ഞപ്പോൾ സാറ് 11 ലക്ഷം രൂപയ്ക്ക് കേരളം മുഴുവൻ വിതരണ കമ്പനി തുടങ്ങി, വീട് വിറ്റ് വിതരണ കമ്പനി തുടങ്ങി എന്ന് പറഞ്ഞ് എനിക്ക് എന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല. കാരണം യുവജനോത്സവം നടക്കുമ്പോൾ സാറിന് വിതരണ കമ്പനി ഉണ്ട്. യുവജനോത്സവമാണെങ്കിലും മുടക്കുമുതലിൻ്റെ എത്രയോ ഇരട്ടി ലാഭം കിട്ടിയ സിനിമയുമാണ്. പക്ഷേ സാറ് പറയുന്നു യുവജനോത്സവത്തിന് ശേഷം 6 മാസത്തിന് ഡേറ്റ് തരാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു വിതരണ കമ്പനി തുടങ്ങാനായി വീട് വിറ്റു എന്നാണ്. പക്ഷേ വമ്പൻ വിജയമായ യുവജനോത്സവം ചെയ്യും മുമ്പ് 3-4 പടം വേണ്ട രീതിയിൽ ഓടാതെ പോയതിനാൽ കുറച്ച് നഷ്ടം വിതരണ കമ്പനിക്ക് വരികയും, സാറിൻ്റെ പടങ്ങളൊക്കെ വിതരണം ചെയ്തിരുന്നത് സെൻട്രൽ പിക്ചേഴ്സാണ്. എവിടെയോ വെച്ചൊരു വർത്തമാനത്തിനിടയിൽ തമ്പി കഴിഞ്ഞ നമ്മുടെ 4-5 പടം വിചാരിച്ച പോലെ പോയില്ല, ഞങ്ങൾക്ക് കുറച്ച് കാശിൻ്റെ നഷ്ടം വന്നിട്ടുണ്ട് എന്ന് സെൻട്രൽ പിക്ചേഴ്സിൻ്റെ ഉടമസ്ഥൻ പറയുകയും അതിനു മുമ്പ് അവർക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കി കൊടുത്ത സിനിമകൾ ചെയ്ത ആളായിട്ട് പോലും വിചാരിച്ച പോലെ ഓടാതെ പോയ ഒരു 2-3 പടങ്ങളുടെ കണക്ക് പറഞ്ഞത് കേട്ട് സഹിക്കാതെ, വേറെ ആരാണെങ്കിലും ചെയ്യില്ല, സാറ് കിട്ടിയ വിലയ്ക്ക് ആ വീട് വിറ്റ ശേഷം സെൻട്രൽ പിക്ചേഴ്സിൻ്റെ കടം തീർത്തു എന്ന് സാറ് തന്നെ പറഞ്ഞ അഭിമുഖമുണ്ട്. അപ്പോൾ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ വിതരണത്തിൽ വന്ന നഷ്ടത്തിൻ്റെ ആ നഷ്ടം എത്ര ലക്ഷം വന്നോ അതായി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തതാണോ, അല്ല യുവജനോത്സവത്തിന് വേണ്ടി വിതരണ കമ്പനി തുടങ്ങാൻ വേണ്ടി, യുവജനോത്സവത്തിനല്ല അടുത്ത 6 മാസം കഴിഞ്ഞ് തുടങ്ങുന്ന സിനിമയ്ക്ക് വേണ്ടി വിതരണ കമ്പനി തുടങ്ങാനായിട്ട് 11 ലക്ഷം രൂപയ്ക്ക് കണ്ണായ സ്ഥലത്ത് മദ്രാസിലുണ്ടായിരുന്ന വീട് വിൽക്കുകയും ആ വീടിനിപ്പോൾ 17 കോടി രൂപ കിട്ടുമായിരുന്നു എന്ന് പറയുമ്പോൾ, സാറിൻ്റെ മാളിക പണിയുന്നവർ, ഇരട്ടി മധുരം മുതലായ സിനിമകൾ, ഗാനം, ഇതൊന്നും വിചാരിച്ച രീതിയിൽ നല്ല പടങ്ങളായിരുന്നു. പക്ഷേ വിചാരിച്ച രീതിയിൽ ഓടാതെ പോയതിൻ്റെ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചായിരിക്കാം അന്ന് സെൻട്രൽ പിക്ചേഴ്സ് സംസാരിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ ആ പടങ്ങളാണ് സാറിന് വില്ലനായത്.